ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. റുക്കുദിശ പാറക്കലീത്ത മകുടത്തിൽ മുടി ചൂടും. നമ്മുടെ മകുടത്തിൽ ആരാണ്? നാം ആരാണ്? യജമാനൻ വരും. അന്നേരത്തിൽ ഉണർവുള്ളവരായി നിൽക്കുന്നവരാണ്. കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരും. ആ സമയത്ത് നാം ഉണർവുള്ളവരായി നിൽക്കുമെങ്കിൽ, കർത്താവായ യേശുവിൻ രണ്ടാമത്തെ വരവിൽ നാം ഉണർവുള്ളവരായി നിൽക്കുമെങ്കിൽ, നാം ഉറങ്ങിപ്പോകാതെ മയങ്ങിപ്പോകാതെ നിൽക്കുമെങ്കിൽ, യജമാനൻ വരുമ്പോൾ ഉണർവോടെ നിൽക്കുന്നവർ അവരത്രേ ഭാഗ്യവാന്മാർ. അവർ മാത്രമാണ് ധന്യന്മാർ. അവർ ഭാഗ്യവാന്മാരാണ്. അവർ പകലന്തിയോളം പണിയെടുത്ത് കർത്താവിൻ്റെ മുന്തിരിത്തോപ്പിൽ വേല ചെയ്ത് വിശ്വസ്തയോടെ വേല ചെയ്തവരാണ്. അവരെ താതൻ മേശയ്ക്കായി ഇരുത്തും, തൻ്റെ തിരുമേശയെങ്കിലേക്ക് ആനയിച്ചിരുത്തും. തൻ്റെ സ്വർഗീയ വിരുന്ന് മേശയെങ്കിലേക്ക് പിതാവായ ദൈവം അവരെ ആനയിച്ചിരുത്തും. പരികർമ്മിക്കും സുതൻ, സുതൻ പരികർമ്മിക്കും, പുത്രൻ തമ്പുരാനെ ശുശ്രൂഷിക്കും. പിതാവായ ദൈവം തൻ്റെ സ്വർഗീയ ശ്രീഭണ്ഡാരം തുറന്ന്, അനുഗ്രഹത്തിൻ്റെ കലവറ തുറന്ന്, അനുഗ്രഹത്തിൻ്റെ വിഭവങ്ങൾ നമുക്ക് വേണ്ടി വിളമ്പി തരുന്നതായ സ്വർഗീയ വിരുന്നുമേശയിൽ ഇരുത്തും. മാത്രമല്ല, അപ്പോൾ ദൈവത്തിന് സ്തോത്രം, പരികർമ്മിക്കും സുതൻ, പുത്രൻ തമ്പുരാൻ അവരെ ശുശ്രൂഷിക്കും. റുക്കുദിശ പാറക്കലീത്ത മടയുന്നതായ മുടി അവരുടെ ശിരസിൽ അണിയിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം പാടാൻ നമുക്കറിയാം അല്ലേ? നമുക്കറിയാം അർത്ഥം. ചിലതെല്ലാം നമുക്ക് അറിയാം താനും. പക്ഷേ നാം ഇതിന് യോഗ്യരാണോ? അന്ന് ഈ മകുടം ചൂടുമോ നാം? അന്ന് ഈ മുടി ചൂടുമോ നാം? ഈ സ്വർഗീയമായ കിരീടം നാം അണിയുമോ? ഇന്ന് നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നു. നാം പ്രവൃത്തികൾ ഓരോന്നും ചെയ്യുന്നു, ജോലികൾ ചെയ്യുന്നു, പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്നു, അല്ല
പാടത്ത് പണിയെടുക്കുന്നവർ പണിയെടുക്കുന്നു, പറമ്പിൽ പണി ചെയ്യുന്നവർ പണി ചെയ്യുന്നു, ഓഫീസ് പണി ചെയ്യുന്നവർ പണി ചെയ്യുന്നു, എല്ലാം ക്രമത്തിൽ നടക്കുന്നു. എന്നാൽ ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് നാം ഒരാൾ അല്ല, ഞാൻ ഒരാൾ ഈ ഭൂമിയിൽ നിന്ന് മാറിപ്പോകുന്നു. പിന്നെ ഒരിക്കലും തിരിച്ചു വരാത്ത അനന്തതയിലേക്ക് മാറിപ്പോകുന്നു. ഒരിക്കലും തിരിച്ചു വരാത്ത അനന്തതയിലേക്ക്, അന്തമില്ലാത്ത നിത്യതയിലേക്ക്, അറുതിയില്ലാത്ത നിത്യതയിലേക്ക്, അവസാനമില്ലാത്ത നിത്യതയിലേക്ക് അങ്ങ് മാറിപ്പോകുന്നു. പിന്നിലുള്ളതെല്ലാം പിന്നിലേക്കായിപ്പോയി. പിന്നെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞിട്ട് ഇനി മരണത്തിൻ്റെ ആ മറശീല മാറ്റി വീണ്ടും ഭൂമിയിലേക്ക് വരാൻ പറ്റുകയില്ല. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചു കഴിയുന്നു, മരിച്ചിരിക്കുന്നു. ലൈഫ് ആഫ്റ്റർ ലൈഫ് എന്ന പുസ്തകത്തിൽ ഡോക്ടർ റെയ്മണ്ട് മൂഡി എഴുതിയ പുസ്തകമാണ്, മനോഹരമായ പുസ്തകമാണ്. ലൈഫ് ആഫ്റ്റർ ലൈഫ്, ജീവിതത്തിൻ്റെ ശേഷമുള്ള ജീവിതം, ഭൗതിക ജീവിതത്തിന് ശേഷമുള്ള ജീവിതം. പ്രിയപ്പെട്ടവരെ, അതിൽ ചില അനുഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. മരിച്ചതിന് ശേഷം റിസസിറ്റേഷൻ കൊടുത്ത് കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുത്ത് ജീവിച്ചവരുടെ അനേകരുടെ അനുഭവങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അനേകരുടെ അനുഭവങ്ങൾ, അത് വീണ്ടും ജീവിതത്തിലേക്ക് വരാൻ സാധിക്കുന്നവരെ അവർക്ക് കിട്ടിയ അനുഭവങ്ങൾ, പരലോകത്തിൽ ലഭിച്ചതായ അനുഭവങ്ങൾ, അവർ ഒരു തുരങ്കത്തിൽ കൂടി പോയ കാര്യങ്ങൾ, ഏതോ ഒരു തുരങ്കം, ആ തുരങ്കത്തിൽ കൂടി പോയ കാര്യങ്ങൾ, അവർ നേരിടുന്നതായ അനേകം അനുഭവങ്ങൾ, ഇതെല്ലാം അവർ തിരിച്ചു വന്ന് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതൊന്നും കെട്ടുകഥകളല്ല, ഇതെല്ലാം നിസ്സാര കഥകളെപ്പോലെ കാണേണ്ടതല്ല. നാം ഓരോരുത്തരും ഈ തുരങ്കത്തിൽ കൂടി ഒരു ദിവസം പോകും. നാം പുറമേ കാണുന്ന മരണം, അത് കഴിഞ്ഞൊരു തുരങ്കമുണ്ട്. ആ ഒരു തുരങ്കത്തിൽ കൂടി അങ്ങ് പോവുകയാണ്. അറ്റമില്ലാത്തൊരു തുരങ്കം, അതിൽ കൂടി പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ മരണശേഷം നാം അക്കരെ ചെല്ലുമ്പോൾ നമ്മെ ആദരവോടെ, സ്നേഹത്തോടെ, വാത്സല്യത്തോടെ എതിരേറ്റ് മാലാഖമാർ നിൽക്കുന്നു. സ്തോത്രം. മാലാഖമാർ നമ്മെ എതിരേറ്റ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുമുമ്പാകെ നമ്മെ കൊണ്ടുചെന്ന് നമ്മെ കാഴ്ചവെക്കുന്നു. നാം മരിച്ചുപോയ ആൾ യേശുക്രിസ്തുവിൻ്റെ തിരുമുമ്പാകെ ചെല്ലുമ്പോൾ പ്രസാദത്തോടെ, മുഖശോഭയോടെ, പ്രസന്നതയോടെ കർത്താവ് നമ്മെ നോക്കി പുഞ്ചിരി തൂകുന്നു. നല്ലവനും വിശ്വസ്തനായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കുമെന്ന് കർത്താവ് പറയുന്നു. ഭാഗ്യം. അവിടെയും നമുക്ക് ശുശ്രൂഷകളുണ്ട്. നിത്യതയിൽ, ആ നിത്യമണ്ഡലത്തിൽ, നിത്യ സ്വർഗ്ഗഭൂമിയിൽ നമുക്ക് ശുശ്രൂഷകളുണ്ട്. വിശുദ്ധന്മാർക്ക് ശുശ്രൂഷകളുണ്ട്. എന്തെല്ലാമാണ് ശുശ്രൂഷ നമുക്ക് അറിഞ്ഞുകൂടാ. എന്തെല്ലാമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്ന പദവികൾ നമുക്ക് അറിഞ്ഞുകൂടാ. പദവികളുണ്ട് നമുക്ക് ഓരോരുത്തർക്കും. എൻ്റെ സഹോദരങ്ങളെ, നാം എല്ലാം ഈ ഭൂമിയിൽ ജീവിക്കുന്നു, ഇന്ന് ജീവിക്കുന്നു, ഇതെല്ലാം കേൾക്കുന്നു. നിങ്ങൾക്ക് അറിയാമോ ഒരു ദിവസം കടന്നു പോകുമെന്ന്? അറിയാം. പക്ഷേ കടന്നു ചെല്ലുമ്പോൾ കർത്താവിൻ്റെ മുഖശോഭയോടെ നിങ്ങൾ കാണുമോ? ഇന്ന് യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ചില്ലെങ്കിൽ കടന്നു ചെല്ലുമ്പോൾ നിത്യമായ അന്ധകാരത്തിലേക്കായിരിക്കും പോകുന്നത്, നിത്യമായ യാതനാ സ്ഥലത്തേക്കായിരിക്കും പോകുന്നത്. ഔട്ടർ ഡാർക്ക്നെസ് എന്ന് പറയുന്ന പുറത്തുള്ള ഇരുട്ടിലേക്കായിരിക്കും പോകുന്നത്. പുറത്തുള്ള ഇരുട്ടിലേക്ക്, ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് എന്നാണ് പറയുന്നത്. വേദവസം പറയുന്നത് എങ്ങനെയാണ്? ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക്, ദ ഔട്ടർ ഡാർക്ക്നെസ്. ആ നരകത്തിൻ്റെ ഭീകരത ഭയങ്കരമാണ്. ഒരവസരത്തിൽ ആത്മാവിൽ ദർശനം ലഭിച്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവദാസൻ പറഞ്ഞു, അയ്യോ, നരകത്തിൻ്റെ ഭയാനകത്വവും കുയിലിട്ടും കാണാൻ വയ്യ, നോക്കാൻ വയ്യ എന്ന്, അയ്യോ കണ്ടു നിൽക്കാൻ വയ്യ എന്ന്. ദൈവത്തിന് സ്തോത്രം. ആത്മാവിൻ്റെ ദർശനം ലഭിച്ച ആ വിശുദ്ധനായ ദേവദാസൻ പറഞ്ഞതാണ്, അങ്ങോട്ട് നോക്കാൻ വയ്യ, എനിക്ക് കാണാൻ വയ്യ. അത്ര ഭയങ്കരമായ കുരിട്ടാണ്, അത്ര ഭയങ്കരമായ യാതനയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ആത്മാവിൽ കിട്ടുന്ന ചില വെളിപ്പാടുകളും ദർശനങ്ങളും ഉണ്ട്. വിശുദ്ധന്മാർക്ക് ലഭിക്കുന്നതായ വെളിപ്പാടുകൾ വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണ്. എന്നാൽ ഇന്ന് വെളിപ്പാടുകളും ദർശനങ്ങളും എന്നെല്ലാം പറഞ്ഞ് അനേകം ആളുകൾ പല ദർശനങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ് ആളുകളെ അമ്പരപ്പിക്കുന്നുണ്ട്. അതെല്ലാം മിഥ്യയായ ചില സങ്കല്പങ്ങൾ മാത്രമാണ്. സാക്ഷാത്തായ ശരിയായ ദർശനം വചനത്തിൻ്റെ പിൻബലത്തോടു കൂടിയതാണ്. വചനത്തിൻ്റെ പിൻബലം വേണം. ഒരു ദർശനം കണ്ടിട്ട് അതിൻ്റെ പിന്നിൽ വചനമുണ്ടെങ്കിൽ രക്ഷയുണ്ട്. ആ ദർശനം സത്യമാണ്. ഇന്ന് അനേകരും വചനത്തിൻ്റെ പിൻബലമില്ലാത്ത ചില ദർശനങ്ങളെ ആശ്രയിച്ച് നിൽക്കുകയാണ്. വചനത്തിൻ്റെ പിൻബലമില്ല. വചനം അതിന് താങ്ങായി നിൽക്കുന്നില്ല. ദൈവത്തിൻ്റെ ഈ എഴുതപ്പെട്ട വചനമുണ്ടല്ലോ, ഈ വചനം അത് നമുക്ക് താങ്ങായി നിൽക്കണം. ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമുക്ക് കിട്ടുന്ന ദർശനങ്ങളെ നോക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിത്യമായ യാതനാ സ്ഥലത്ത് ഒരിക്കൽ സാധു സുന്ദർസിംഗ് ഈ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ മാലാഖ വന്ന് ആത്മാവിൽ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി.
സ്വർഗമണ്ഡലത്തേക്ക് കൊണ്ടുപോയി. ഈ സ്വർഗമണ്ഡലത്തിൽ കാണുന്ന എന്തെല്ലാമെന്ന് കാണാനായിട്ട് മാലാഖ കൊണ്ടുവന്ന് നടക്കുകയാണ്. അവിടെ സ്വർഗത്തിൻ്റെ വാതിൽക്കൽ ഒരിടത്ത് മാലാഖ കൊണ്ടുവന്ന് സന്ദർശകൻ നിർത്തി. അപ്പോൾ ഭൂമിയിൽ നിന്ന് മരിച്ച ഒരാൾ കടന്നു വരുന്നു. സ്വർഗവാതിൽക്കലേക്കാണ് കടന്നു വരുന്നത്. ഉടനെ മാലാഖ അദ്ദേഹത്തെ തടഞ്ഞു. നിങ്ങൾക്ക് ഇവിടെ പ്രവേശനമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പനേരം കാത്തു നിൽക്കൂ. ഇവിടെ നടക്കുന്ന എന്താണ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കൂ. അതിന് അനുവാദം തരാം. ആ മരിച്ചു കടന്നു ചെന്ന ആത്മാവ് അവിടെ ഒരിടത്ത് നിൽക്കുന്നത് സന്ദർശകൻ കണ്ടു. ഈ വന്നയാൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അദ്ദേഹത്തിന് അവിടെ പ്രവേശനമില്ല എന്നുള്ള കാര്യം. ആ മരണാനന്തര രംഗത്തേക്ക് പ്രവേശനമില്ല എന്നുള്ള കാര്യം എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കാതെ അദ്ദേഹം അമ്പരം നിൽക്കുകയാണ്. കാരണം അദ്ദേഹം പറയുന്നത്, ഞാൻ ദൈവത്തിന് വേല ചെയ്തയാളാണെന്നാണ്, ഞാൻ അനേക ദൈവവഴിയിലേക്ക് തിരിച്ചയാളാണെന്നാണ് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് അകത്തേക്ക് പ്രവേശനം ഇല്ലാത്തത്? മാലാഖ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാകും, അല്പനേരം കാത്തു നിൽക്കുക. കുറച്ച് കഴിഞ്ഞൊരു യുവാവിൻ്റെ ആത്മാവ് കടന്നു വരികയാണ്. യുവാവിൻ്റെ ആത്മാവ് കടന്നു വന്ന് അവിടെ വന്നപ്പോൾ മാലാഖ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ എതിരേൽക്കുന്നു. അകത്തേക്ക് കൊണ്ടുപോയി വളരെ മനോഹരമായ ഒരു നല്ല ഭവനം നല്ലൊരു ഭവനം. ഭൂമിയിൽ ഒരു മനുഷ്യനും നിരൂപിക്കാൻ പാടില്ലാത്തത്ര മനോഹരമായൊരു ഭവനം ഈ ചെറുപ്പക്കാരന് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ഉടനെ ഈ ആദ്യം അകത്തേക്ക് പ്രവേശനം കിട്ടാത്ത മനുഷ്യൻ മുമ്പോട്ട് ചാടി വന്നു. മാലാഖയോട് പറഞ്ഞു, ഇത് അന്യായമാണ്. കാരണം ഞാൻ വചനം പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച എൻ്റെ വീട്ടിലെ വേലക്കാരനാണ് ഈ യുവാവ്. അവൻ ഭൂമിയിൽ ജീവിച്ച കാലത്ത് വേദപുസ്തകം വായിക്കാൻ അറിഞ്ഞുകൂടായിരുന്നു. ഞാനാണ് അവന് വേദപുസ്തകം വായിച്ച് പഠിപ്പിച്ചത്. ഞാനാണ് അവൻ രക്ഷയിലേക്ക് നടത്തിയത്. ഞാനാണ് അവന് വചനം പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് എനിക്ക് അവിടെ പ്രവേശനമില്ല. അവനെ ഇതാ വലിയ ഒന്നാം തരം മാളി കൊടുത്തിരിക്കുന്നു. ഇത് ന്യായമാണോ? മാലാഖ പറഞ്ഞു, നിങ്ങൾ എന്തെല്ലാം ചെയ്തു എന്ന് ഇവിടെ നോക്കാൻ രാജാവ് എന്നോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, ഈ ഭൂമിയിൽ എന്തെല്ലാം നിവർത്തിച്ചിട്ടുണ്ടെന്ന് നോക്കാൻ പരമപരിശുദ്ധനായ നിത്യനായ ദൈവം എന്നോട് പറഞ്ഞിട്ടില്ല. രാജാവ് എന്നോട് പറഞ്ഞിട്ടുള്ളത്, ഇവിടെ വരുന്നവർക്ക് രാജകുമാരൻ്റെ ഛായയുണ്ടോ എന്ന് നോക്കുക. വേറെ ഒന്നും നോക്കാൻ പറഞ്ഞിട്ടില്ല. വരുന്നവർക്ക് രാജകുമാരൻ്റെ ഛായയുണ്ടോ? രാജകുമാരൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഛായയുള്ളവരെ മാത്രമേ പ്രവേശിപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അവരെന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്നോ, എന്തെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടെന്നോ, എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ടെന്നോ ഒന്നും നോക്കാൻ പറഞ്ഞിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ ഛായയുണ്ടോ? ആ യുവാവിന് യേശുക്രിസ്തുവിൻ്റെ ഛായയുണ്ട്, രാജകുമാരൻ്റെ ഛായയുണ്ട്. നിങ്ങൾക്ക് രാജകുമാരൻ്റെ ഛായയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ തടഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ വേറൊരാൾ വന്നു. ആ ആൾ വന്നപ്പോൾ അയാളെ മാലാഖ സ്വീകരിച്ചു. അകത്തേക്ക് കൊണ്ടുപോയി. ഒരു കൊച്ചു വീടാണ്, വളരെ കൊച്ചു വീട് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം ചോദിച്ചു, ഇതെല്ലാം സന്ദർശനം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അദ്ദേഹം ചോദിച്ചു, ഞാൻ ദൈവവേല ചെയ്ത ആളാണ്. എന്തെല്ലാം പ്രവർത്തികൾ ഞാൻ ചെയ്തു. ദൈവത്തിന് വേണ്ടി ഞാൻ അധ്വാനിച്ചതാണ്. എന്ത് യാത്ര ഞാൻ ചെയ്തു, എന്ത് കഷ്ടപ്പാട് സഹിച്ചു. എനിക്കെന്താണ് ഈ കൊച്ചു വീട്? മാലാഖ പറഞ്ഞു, ഇവിടെ വീട് പണിയുന്നത് ഭൂമിയിൽ നിന്ന് അയച്ചു തരുന്ന വസ്തുക്കൾ കൊണ്ടാണ്. മറ്റാ വീട്, അത് യുവാവിന് വേണ്ടി കൊടുത്ത വലിയ വീട്, അത് അവൻ ഭൂമിയിൽ നിന്ന് വിലപ്പെട്ട സാധനങ്ങൾ അയച്ചു തന്നത്. അതുകൊണ്ടാണ് വീട് പണിതു. നിങ്ങൾ ഭൂമിയിൽ നിന്ന് അയച്ചു തന്നത് ഈ നിസ്സാര കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ കൊച്ചു വീട് പണിതത്. ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇവിടെ നിന്ന് അയച്ചു കൊടുക്കുന്നതായ വസ്തുക്കൾ കൊണ്ടാണ് നമുക്ക് വേണ്ടി ഭവനം പണിയുന്നതെന്ന്. അർത്ഥവത്തായ ഒരു ദർശനമാണത്. ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാം ഇവിടെ വെച്ച് എന്തെല്ലാം ചെയ്ത് അയച്ചു കൊടുക്കുന്നു, ദൈവസന്നിധിയിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ടോ, വിലപ്പെട്ടത് അതവിടെ സ്വീകരിക്കപ്പെടും. അല്ലാത്തതെല്ലാം ചപ്പും ചവറുമായി പോകും. വിലയേറിയത് കൊണ്ട് നിനക്ക് വേണ്ടി ഭവനം പണിയുന്നു. നീ കൊടുക്കുന്നത് കൊണ്ട് ഭവനം പണിയുന്നു. നീ നിസ്സാരമായി അയച്ചുള്ളൂ, അതുകൊണ്ട് ഭവനം നിനക്ക് പണിയുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നിങ്ങൾ ആധ്യാത്മിക ലോകം എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആധ്യാത്മിക ലോകം, ദ സ്പിരിച്വൽ വേൾഡ് എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ദ സ്പിരിച്വൽ വേൾഡ് മലയാളത്തിലുണ്ട്. ആധ്യാത്മിക ലോകം. കടന്നു ചെല്ലുമ്പോഴുള്ള അവസ്ഥ ഇതെല്ലാമാണ്. നാം ചിന്തിക്കൂ, നമുക്ക് കിരീടം ലഭിക്കും. നമുക്ക് സ്വർഗീയ കിരീടം ലഭിക്കും, ജീവൻ്റെ കിരീടം ലഭിക്കും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്നാണ് ജീവകിരീടം നിനക്ക് തരുമെന്നാണ് വേദപുസ്തകം പറയുന്നത്. മരണത്തോളം വിശ്വസ്തനായി നിൽക്കുക. പ്രിയപ്പെട്ടവരെ, ദിനംതോറുമുള്ളൊരു പ്രാർത്ഥനയായിരിക്കണം നിങ്ങൾക്കത്. കർത്താവേ, ഇത്രയും കാലം നീ എന്നെ നടത്തി, ഇന്ന് വരെ നീ എന്നെ നിർത്തി. കൃപ മാത്രം. ഞാൻ നിന്നതല്ല, നീ എന്നെ നിർത്തിയതാണ്. കർത്താവേ, ഞാൻ നേടിയതല്ല, നീ എനിക്ക് വേണ്ടി തന്നതാണ്. തേടിയതല്ല, ഞാൻ നിന്നെ ക്രൂശിൻ സ്നേഹം തേടി ഈ പാപിയാം എന്നെ. നിൻ്റെ ക്രൂശിലെ സ്നേഹം എന്നെ തേടി പിടിച്ചതാണ്. എൻ്റെ കർത്താവേ,
എനിക്ക് അവകാശം പറയാനൊന്നുമില്ല. തിരുസനിലേക്ക് വരുവാൻ എന്തെങ്കിലും നല്ലത് കൊണ്ടുവരാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. എങ്കിലും നാഥ, നിൻ്റെ തിരക്തത്താൽ എന്നെ കഴിയതുകൊണ്ട് ആ ഒരേ ഒരു ബലത്തിൽ ആ തിരക്തത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാനിതാ വരികയാണ്. വേറെ ഒന്നും എൻ്റെ കയ്യിൽ ഇല്ല. നിൻ്റെ തിരക്തം എന്നെ തൊട്ടു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ ദാനമായി തന്ന കൃപയുടെ നിറവിനാൽ മാത്രം ഞാനിതാ വരികയാണ്. ഇപ്പോൾ നീ എന്നെ സ്വീകരിക്കണമേ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ കേൾക്കുന്ന വാക്കുകൾ ഒരു ദിവസം നിങ്ങൾ കേൾക്കും. ഇന്നിപ്പോൾ കേൾക്കുന്ന വാക്കുകൾ ഒരു ദിവസം മരണശേഷം നിങ്ങൾ കേൾക്കും. ദൈവത്തിന് സ്തോത്രം. ഞാനും കേൾക്കും. ഞാനും നിങ്ങളെപ്പോലെ ഒരുവനാണ്. ഞാനും ബലഹീന ഒരു മനുഷ്യനാണ്. പ്രാർത്ഥന എന്താണ്? കർത്താവേ, മരണത്തോളം നിലനിർത്തണമേ, മരണത്തോളം നിലനിർത്തണമേ, ഒരു കേട് വരാതെ നിലനിർത്തണമേ, ഒരു തെറ്റും വരാതെ നിലനിർത്തണമേ. എൻ്റെ കർത്താവ് നോക്കുമ്പോൾ ഒരു തെറ്റും കാണാനില്ലാത്തവനായി എന്നെ നിലനിർത്തണമേ. എൻ്റെ തെറ്റുകൾ വന്ന തെറ്റുകളെല്ലാം നിൻ്റെ രക്തത്താൽ കഴുകി തരണമേ. സ്തോത്രം. നിൻ്റെ തിരക്തത്താലെല്ലാം മായ്ച്ചു തരണമേ. അനേകം അബദ്ധങ്ങൾ സംഭവിച്ചു പോയി കർത്താവേ. അവിവേകങ്ങളൊന്നു പോയി കർത്താവേ. വിവേകമില്ല. പരിജ്ഞാനക്കുറവുകളൊന്നു പോയി കർത്താവേ. കർത്താവേ, അസത്യങ്ങൾ വന്നു പോയി കർത്താവേ. അസത്യങ്ങൾ, അവിശ്വസ്തകൾ ധാരാളമായി വന്നു പോയി കർത്താവേ. തെറ്റുകളേറെ ചെയ്തു പോയി. സ്തോത്രം. പാപങ്ങളേറെ വന്നുപോയി. വിശ്വാസം ത്യജിക്കാതെ എൻ്റെ കർത്താവേ, മരണത്തോളം നിൽക്കാൻ എനിക്ക് ഭാഗ്യം തരണമേ. എൻ്റെ കാഴ്ചപ്പാടുകൾ മങ്ങിപ്പോകാതെ മരണത്തോളം നിൽക്കാൻ എനിക്ക് കൃപ തരണമേ. മരണത്തോളം കർത്താവേ, നീ എനിക്ക് തന്നിരിക്കുന്നതായ അനുഗ്രഹങ്ങളുടെ ആ വെളിച്ചം എനിക്ക് നഷ്ടപ്പെട്ടു പോകാതെ എൻ്റെ കർത്താവേ, മരണത്തോളം നിൽക്കാൻ കൃപ തരണമേ. മരണത്തോളം എന്നെ നിലനിർത്തണമേ. അനേകം വിശ്വാസ വീരന്മാർ തണുത്തുപോയല്ലോ, വീണുപോയല്ലോ. അവർ ഹതന്മാരായി വഴിയരികിൽ വീണ് കിടക്കുന്നല്ലോ. മല്ലന്മാരെ പോലെ ജീവിച്ചവർ, വളരെ പ്രാർത്ഥനാവീരന്മാരായിരുന്നവർ, വീരോചിതമായി പിശാചിനോട് യുദ്ധം ചെയ്തവർ, അവരനേകർ വീണുപോയല്ലോ കർത്താവേ. ഞാൻ അവരിലൊരുത്തനായി വഴിയോരത്ത് കിടക്കാൻ നീ എന്നെ വിടല്ലേ. ഒരുത്തനായി നരകത്തിൻ്റെ തീയിലേക്ക് തള്ളപ്പെടുവാൻ എന്നെ വിടല്ലേ. എൻ്റെ കർത്താവേ, നിൻ്റെ ശക്തി, കാഴ്ച, ശബ്ദങ്ങൾ ഏറെ എനിക്ക് വേണം. നിൻ്റെ ശക്തി വേണം, നിൻ്റെ ശബ്ദം വേണം, നീതിയുടെ കാഴ്ചകൾ വേണം. കർത്താവേ, എനിക്ക് ഏറെ വേണം. വിശ്വാസപ്പോരിൽ നിൽക്കുവാൻ, വിശ്വാസത്തിൻ്റെ പോരാട്ടം. പ്രിയപ്പെട്ടവരെ, നാം നിൽക്കുന്ന ദൈവകൃപയാൽ മാത്രമാണ്. ആർക്കും അഭിമാനിക്കാൻ വകയില്ല, ആർക്കും പ്രശംസിപ്പാൻ വകയില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ഞാൻ ദിനം പ്രതി പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ്. കർത്താവേ, ഞാൻ ബഹുമാനിച്ചിരുന്ന, ഞാൻ വളരെ വീരന്മാരെ കണ്ടിരുന്ന അനേകം ആളുകൾ, അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷകന്മാർ പലരും വീടുപോയി. എൻ്റെ കർത്താവേ, എന്നാൽ ഇന്നുവരെയും നീ എന്നെ നിർത്തി അന്ത്യത്തോളം, അവസാനത്തെ ശ്വാസം വരെയും എൻ്റെ യേശുവിൻ്റെ ഒരു വിശുദ്ധനായി നീ എന്നെ നിർത്തണമേ എന്ന് ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. അതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് എനിക്കതേ പറയാനുള്ളൂ. അന്ത്യത്തോളം നിൽക്കണം. ഈ കൃപയുടെ അനുഭവം ചുമന്നുകൊണ്ട് അന്ത്യത്തോളം യാത്ര ചെയ്യണം. ഈ സിയോൻ യാത്ര പൂർത്തീകരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഈ തീർത്ഥയാത്ര പൂർത്തീകരിക്കണം. സിയോനിലേക്കുള്ള, സ്വർഗീയ സിയോനിലേക്കുള്ള തീർത്ഥയാത്ര, സ്വർഗീയ യെരൂശലേമിലേക്കുള്ള തീർത്ഥയാത്ര, അത് പൂർത്തീകരിക്കണം. ഓടിത്തുടങ്ങിയവർ ചിലർ വഴിയോരത്ത് പട്ട് കിടക്കുന്നു, ചിലർ വീണ് കിടക്കുന്നു, ചിലർ പരിക്ക് പറ്റി കിടക്കുന്നു, ചിലർക്ക് നടക്കാൻ വയ്യാതെ കിടക്കുന്നു. കർത്താവേ, എനിക്കോ ഇത്രയും കാലം നിൻ്റെ കരവനെ പിടിച്ചതുകൊണ്ട് ഞാൻ ഇത്രയും കാലം യാത്ര ചെയ്തു. നിൻ്റെ ഒരു സ്വർഗീയ കരവനെ പിടിച്ചതുകൊണ്ട് മാത്രം. ദൈവത്തിന് സ്തോത്രം. ഇന്നും ഞാൻ പ്രാർത്ഥിക്കുന്നൊരു കാര്യമാണ്. കർത്താവേ, എൻ്റെ സ്വയത്തെ നീ ഉടച്ച് തകർക്കണമേ എന്ന്. എൻ്റെ സ്വയത്തെ, എൻ്റെ ഈഗോ നീ ഉടച്ച് തകർക്കണമേ എന്ന്. കർത്താവെ, മുഴുവൻ മാറിയിട്ടില്ലല്ലോ. എൻ്റെ സ്വയം മുഴുവൻ മാറിയിട്ടില്ലല്ലോ. എൻ്റെ തന്നിഷ്ടങ്ങൾ മുഴുവൻ മാറിയിട്ടില്ലല്ലോ. ഇന്നും എനിക്ക് ചില തന്നിഷ്ടങ്ങളുണ്ടല്ലോ, ചില സ്വയങ്ങളുണ്ടല്ലോ, ചില സ്വാർത്ഥതകളുണ്ടല്ലോ. കർത്താവെ, നാഥ, ഒന്ന് പരുവപ്പെടുത്തിയാൽ പോരാ. സമ്പൂർണ്ണമായി മരിപ്പിച്ച്, സ്വയം മരിച്ച്, ഈഗോ മരിച്ച്, എൻ്റെ യേശുവെ, നിനക്കായി ജീവിക്കുന്ന ഒരു ഭാഗ്യാനുഭവം എനിക്ക് തരണമേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആയുസ് നീട്ടിക്കിട്ടിയ ഒരു മനുഷ്യനാണ് ഞാൻ. ഞങ്ങൾ പറഞ്ഞല്ലോ, ആയുസ് നീട്ടിക്കിട്ടി. ദൈവത്തിന് സ്തോത്രം. വാസ്തവത്തിൽ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു, ഉയർത്തെഴുന്നേൽപ്പ്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവേ, ദൈവത്തിൻ്റെ മഹത്വം. പ്രിയപ്പെട്ടവരെ, അന്ന് ജീവിതത്തിൽ നിന്നെടുത്ത തീരുമാനം, ഇനി കിട്ടുന്ന ആയുസിൻ്റെ ഓരോ സെക്കൻഡും യേശുവിന് മാത്രം അവകാശപ്പെട്ടത്. എൻ്റേതെല്ലാം തീർന്നു, നീ എനിക്ക് കടം തന്നിയ ആയുസ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കങ്ങനെ പറയാൻ തോന്നുന്നുണ്ടോ? കടം തന്നിയൊരായുസ്. എൻ്റെ കർത്താവേ, നീ എനിക്ക് ദാനമായി തന്നൊരായുസ്, നീ എനിക്ക് ദാനമായി തന്ന ആരോഗ്യം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്കെന്ത് തോന്നുന്നു? മരണത്തോളം വിശ്വസ്തരായി നിൽക്കാൻ നിങ്ങൾ തീരുമാനമുണ്ടോ? മരണത്തോളം
ഞാൻ നിൽക്കുമെന്ന് നിങ്ങൾ തീരുമാനിക്കുക, പക്ഷേ നിർത്തുന്നത് കർത്താവാണ്. നിങ്ങൾ തീരുമാനിക്കുക. ഒരു കാരണവശാലും പ്രശംസയുടെ കണിക വരാതെ ഇതിനെ കാത്തുകൊള്ളണേ. പ്രശംസ, ഞാൻ ഇതാണ് ചെയ്തു എന്നുള്ള ഒരു ഭാവം ഒരിക്കലും വരില്ലേ കർത്താവേ. ഞാൻ നിൻ്റെ വേല ചെയ്തു എന്നുള്ള ഒരു അവകാശവാദം ഒരിക്കലും വരില്ലേ കർത്താവേ, ഒരിക്കലും വരില്ലേ. ഞാൻ നിനക്ക് വേണ്ടി ചില ത്യാഗങ്ങൾ സഹിച്ചു എന്നുള്ള മനോഭാവം ഒരിക്കലും വരില്ലേ കർത്താവേ. എല്ലാം പിശാചിൻ്റെ വകയാണ്. ഞാനോ ഒന്നുമില്ലാത്തവൻ, ഞാൻ ഒന്നും ചെയ്യാത്തവൻ കർത്താവേ. ഞാൻ ചെയ്തത് മുഴുവൻ പാവം മാത്രം, എൻ്റെ ഹൃദയം മുഴുവൻ പാവം മാത്രം. നന്മയുടെ കണിക എനിക്കില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ വിനയപൂർവ്വം നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങൾ യേശുവിനെ മറികടന്ന് പോകല്ലേ. നിങ്ങളെ വിളിച്ചു നിർത്തുന്ന യേശുവിനെ നിങ്ങൾ മറികടന്ന് പോകല്ലേ. നിങ്ങളെ സ്നേഹത്തോടെ, ലാളനയോടെ, വാത്സല്യത്തോടെ ക്ഷണിക്കുന്ന യേശുവിനെ നിങ്ങൾ കടന്നു പോകല്ലേ. ദൈവത്തിന് സ്തോത്രം. യേശു കാത്തു നിൽക്കുകയാണ്. മോനെ, യേശു കാത്തു നിൽക്കുകയാണ്. മോളെ, യേശുവിന് മുമ്പിൽ കാത്തു നിൽക്കുകയാണ്. നീ വരുന്നത് പ്രതീക്ഷിച്ച് കർത്താവ് നിൽക്കുകയാണ്. നീ നടന്നു വരുന്നത് കാണുവാൻ കർത്താവ് കൊതിയോടെ, ആർത്തിയോടെ കർത്താവ് നോക്കി നിൽക്കുകയാണ്. നീ വീഴാതെ, തളരാതെ നടന്നു വരുന്നത് കർത്താവ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നീ വീഴുന്നില്ല. വീഴ്ചയ്ക്കുള്ള സംഭവങ്ങളുണ്ട്, പക്ഷേ വീണില്ല. വഴി വഴുവഴുപ്പുള്ളതാണ്, പക്ഷേ നീ വീണില്ല. വഴുവഴുപ്പുള്ള വഴിയിൽ കൂടിയാണ് നടക്കുന്നത്, നീ വീണില്ല. ദൈവത്തിന് സ്തോത്രം. വീഴാവുന്ന സാഹചര്യങ്ങളിൽ കൂടിയാണ് നീ പോയത്, പക്ഷേ നീ വീണില്ല. നീ അങ്ങനെ വീഴാതെ നടന്നു വരുന്നത് നോക്കിക്കൊണ്ടൊരു അപ്പനിതാ നോക്കി നിൽക്കുന്നു, കൗതുകത്തോടെ നോക്കി നിൽക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കി നിൽക്കുന്നു. ഒരു വീഴ്ചയും പറ്റാതെ, ഒരു കേടും പറ്റാതെ, ഒരു പാകപ്പഴയും പറ്റാതെ, ഒരു അവിവേകവും വരാതെ, ഒരു അബദ്ധവും പറ്റാതെ നീ വരുന്നത് കാണാൻ കർത്താവ് കൊതിയോട് കാത്തു നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ വിശ്വാസ പോരാട്ടത്തിൽ, വിശ്വാസത്തിന് വേണ്ടിയുള്ളതായ യുദ്ധത്തിൽ നിങ്ങൾ ജയശാലികളായി തീരണം. നിങ്ങൾ ജയാളികളായി തീരണം. നിങ്ങൾ ഓരോരുത്തരും ജയശാലികളായി തീരണം. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത് മാത്രമല്ല, നാനാദേശങ്ങളിലിരുന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവരും ജയാളികളായി തീരണം. എല്ലാവരും കർത്താവിൻ്റെ രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിലനിൽപ്പാൻ ഇടയുള്ളവരായി തീരണം, ഭാഗ്യമുള്ളവരായി തീരണം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധന്മാർ പറന്നു തീരും. കർത്താവിന് സ്തോത്രം. ദൈവമേ, വിശുദ്ധന്മാർ പറന്നു തീരുന്ന ആ സമൂഹത്തിൽ ഞാനും ചേരുമാറാകണമേ. കർത്താവെ, കാഹളം ധ്വനിക്കുമ്പോൾ മരിച്ചവർ അക്ഷയരായി ഉയർക്കുമ്പോൾ, കർത്താവെ, മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കുക, വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, കർത്താവെ, ഞാനും ആ കൂട്ടത്തിൽ വിടുവാൻ എനിക്ക് ഭാഗ്യം തരണമേ. ജീവനോണ്ടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ട് പറക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഞാനും നിൽക്കുവാൻ എനിക്ക് ഭാഗ്യം തരണമേ. അതിൻ്റെ കർത്താവെ, വിശുദ്ധന്മാർ പറന്ന് മധ്യാകാശത്തിൽ എൻ്റെ കരുണയുള്ള കർത്താവിനെ എതിരേൽപ്പാൻ വരുമ്പോൾ ആ സ്വർഗീയ സമ്മേളനത്തിൽ ഞാനും ഉണ്ടാകണമേ. ഹല്ലേലൂയ. ഞാൻ എന്നോട് ചേർന്നവരുണ്ടാകണമേ. ഞാൻ എൻ്റെ കുടുംബത്തിലുള്ളവരുണ്ടാകണമേ. ഞാൻ എൻ്റെ സ്നേഹത്തിലുള്ളവരുണ്ടാകണമേ. ഞാനും എന്നോട് ബന്ധപ്പെട്ടവരുണ്ടായിരിക്കണമേ. കർത്താവെ, ആരും നഷ്ടപ്പെട്ടു പോകല്ലേ. ഹല്ലേലൂയ. ഈ അനുഗ്രഹീതമായ കൂട്ടായ്മ വരുന്ന ഒരു കുഞ്ഞും നഷ്ടപ്പെട്ടു പോകല്ലേ. ദൈവത്തിന് സ്തോത്രം. എല്ലാവരോട് കാണപ്പെടുമാറാകണമേ. എല്ലാവരോടും എത്തിച്ചേരുവാനിടയാകണമേ. എൻ്റെ കരുണയുള്ള കർത്താവെ, നിത്യതയുടെ ശുഭതീരത്ത്, നിത്യതയുടെ ശുഭ തുറമുഖത്തിൽ എത്തിച്ചേരുവാൻ നമുക്ക് എല്ലാവർക്കും സംഗതിയാകണമേ. അതിനുവേണ്ടി നിങ്ങൾ തന്നെ സമർപ്പിക്കൂ. പ്രിയപ്പെട്ടവരെ, ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. അങ്ങനെ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ അപ്പോൾ ഇതാ യേശു ക്രിസ്തുവിൻ്റെ തൃക്കരം നിങ്ങളുടെ തലമേൽ വയ്ക്കും. ഹല്ലേലൂയ. ആ തൃക്കരം നിങ്ങളുടെ തലമേൽ വയ്ക്കും. ആ കരം നിങ്ങളുടെ തലമേൽ വെച്ച് അനുഗ്രഹിക്കും. ഹല്ലേലൂയ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, നിങ്ങൾക്ക് വേണ്ടി ലോകാരംഭത്തിന് ഒരുക്കിയിരിക്കുന്ന നിത്യസഭ സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നതായി സ്വർഗീയ ശബ്ദം നിങ്ങൾ കേൾക്കും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരേ എന്നുള്ള ശബ്ദം അത്ര മനോഹരമായ ശബ്ദമാണ്. നീ അല്പത്തിൽ വിശ്വസ്തനാണെങ്കിലും അധികത്തിന് ഞാൻ നിന്നെ വിചാരകനാക്കുമെന്നുള്ള ആ ശബ്ദം എത്ര മനോഹരമാണ്. ഇതെല്ലാം താൽക്കാലികമല്ലേ പ്രിയരെ? ഇവിടെ കാണുന്നതെല്ലാം ക്ഷണികമല്ലേ? എല്ലാം ക്ഷണനേരത്തേക്ക് വിട്ടുപോകുന്നതല്ലേ? ഒന്നും ശാശ്വതമായി നിലനിൽക്കുന്നതല്ലല്ലോ. എല്ലാം പോകും. ആരോഗ്യം പോകും, ധനം പോകും, പ്രിയപ്പെട്ടവരെ, സമ്പത്ത് പോകും, സൽപ്പേര് പോകും, ജനങ്ങളുടെ ഇടയിലുള്ളതായ സ്ഥാനമാനങ്ങൾ പോകും, പദവികൾ പോകും, പ്രതാപങ്ങൾ പോകും, എല്ലാം പോകും. പോകാത്തതോ എൻ്റെ യേശു മാത്രം. ഹല്ലേലൂയ. എൻ്റെ യേശു മാത്രം, യേശു മാത്രം നിലനിൽക്കും. എല്ലാം പോകുമ്പോൾ, എല്ലാവരും പോകുമ്പോൾ മാറാതെ നിൽക്കുന്നത് യേശു മാത്രം. മാറാത്തവൻ യേശു, മാറ്റമില്ലാത്തവൻ യേശു. ജീസസ് ക്രൈസ്റ്റ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. എന്നേക്കും നിലനിൽക്കുന്ന, എന്നേക്കും ജീവിക്കുന്ന യേശു. ആ യേശുവിനെ നിങ്ങൾ ഇപ്പോൾ സ്വീകരിപ്പീൻ. യേശുവിൻ്റെ അരികത്ത് നിൽക്കുകയാണ്, കരം നീട്ടി നിൽക്കുകയാണ്. ഇപ്പോൾ കരം നീട്ടി നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ മുഴുവനായി ഏൽപ്പിച്ചു കൊടുക്കുകയും, കർത്താവേ, ഇനി മുതൽ ഞാൻ നിൻ്റെ വക മാത്രമാണ്, നിൻ്റെ ഇത് മാത്രമാണ്, നീയാണ് എൻ്റെ സ്വത്ത്. യേശുവേ, ഞാൻ നിൻ്റെ സമ്പത്തായിരിക്കും, ഞാൻ നിൻ്റെ സമ്പത്തായിരിക്കും, നീ എൻ്റെ സമ്പത്താണ്. കർത്താവേ, നീയാണ് എൻ്റെ സ്വന്തം. യേശുവേ, ഞാൻ നിൻ്റെ സ്വന്തമായിരിക്കും.
ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, വേറെ ആർക്കും എൻ്റെ മേൽ അധികാരമില്ല, വേറെ ആർക്കും എൻ്റെ മേൽ അവകാശമില്ല. എല്ലാ അവകാശങ്ങളും വിട്ട് ഇതാ എന്നെ മുഴുവനായി യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്നു. യേശുവേ, നിൻ്റെ തൃക്കരം എൻ്റെ തലമേൽ വെക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ വാഴ്ത്തണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, തിരക്തത്താൽ എന്നെ പൊതിയണമേ. യേശു ക്രിസ്തുവിൻ്റെ തൃക്കരം ശിരസിൽ വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ഇനിമേൽ പഴയ ജീവിതത്തിലേക്ക് ഇല്ലായി തീരുമാനിക്കുന്നവരും ഇരുകരങ്ങൾ ഉയർത്തുവീൻ, ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പീൻ. ലോർഡ് ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് വരുവാൻ ഈ സന്ദർഭം ഞങ്ങൾക്ക് ഒരുക്കിയതിനായി സ്തോത്രം. അവിടുത്തെ കൃപയാൽ ഞങ്ങൾക്ക് ദാനമായി തന്ന വചനങ്ങൾക്കായി സ്തോത്രം. അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങൾക്ക് ദാനമായി തന്നതിനായി സ്തോത്രം. യാതൊരു അർഹതയും ഇല്ലെങ്കിലും നീ ഞങ്ങളെ സ്നേഹിച്ചതിനായി സ്തോത്രം. കർത്താവേ, പിശാചിൻ്റെ പണിപ്പുരയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളെ അവിടുന്ന് വേർതിരിച്ച് വിളിച്ച് കരുണയുള്ള കർത്താവേ, നീ ഞങ്ങളെ നിൻ്റെ മുന്തിരിത്തോപ്പിലാക്കിയതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ, എല്ലാവരെയും കൃപയിൽ പൊതിയണമേ കർത്താവേ, തിരക്തതല മുദ്ര അണിയിക്കണമേ കർത്താവേ. ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുന്ന മഹാസൗഭാഗ്യത്തിലേക്ക് ഈ പ്രിയപ്പെട്ടവരെല്ലാവരെയും നയിക്കണമേ. നന്ദിയോടെ സ്തോത്രം. ഇപ്പോൾ കർത്താവേ, അവിടെ തൃക്കരം ഞങ്ങളുടെ മേൽ വെച്ചതിനായി സ്തോത്രം. തൃക്കരം ഞങ്ങളുടെ നേരെ നീട്ടിയതിനായി സ്തോത്രം. തിരുമുഖം ഞങ്ങളുടെ നേരെ പ്രകാശിച്ചതിനായി സ്തോത്രം. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.